രണ്ട് പെൺകുട്ടികളുടെ അമ്മയായി എങ്കിലും ഇന്നു നിറത്തിലെ വശയെയും മയിൽപ്പീലിക്കാവിലെ ഗായത്രിയെയും പോലെ അതീവ സുന്ദരിയാണ് നടി ജോമോൾ. പ്രായം 41 ആയെങ്കിലും ഇനിയും നായിക റോൾ ചെയ്യാനുള്ള ചെറുപ്പവും സൗന്ദര്യവും ജോമോൾക്കുണ്ട്. ബാലതാരമായി കരിയർ ആരംഭിച്ച ജോമോൾ നായികയായി ശോഭിച്ചു നിൽക്കുമ്പോഴാണ് വിവാഹിതയായതും അഭിനയം ഉപേക്ഷിച്ചതും. സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ഒരു വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയാർച്ചയുടെ ബാല്യകാലം അവതരിപ്പിച്ചു കൊണ്ടായിരുന്നു. ശേഷം ബാലതാരമായി അനഘ, മൈ ഡിയർ മുത്തച്ഛൻ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. 1998 മുതൽ നായികാ വേഷങ്ങൾ ജോമോളെ തേടിയെത്തി തുടങ്ങി. അങ്ങനെയാണ് സ്നേഹം, പഞ്ചാബി ഹൗസ്, മയിൽപ്പീലിക്കാവ്, എന്ന് സ്വന്തം ജാനകിക്കുട്ടി തുടങ്ങിയ സിനിമകൾ ചെയ്തത്. പിന്നീട് 2003 വരെയുള്ള കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നിരവധി ഹിറ്റ് സിനിമകളിൽ ഭാഗമായി. വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന ജോമോളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനു മുമ്പ് വാരികകളിലൂടെയും മറ്റുമാണ് ആരാധകർ അറിഞ്ഞിരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ സജീവമായതോടെ ജോമോളും സജീവമായി. തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളും പങ്കിടാൻ തുടങ്ങി. നൃത്തം, ബേക്കിംഗ്, യാത്രകൾ, മകളുടെ പഠനം എല്ലാമായി ഇത്രയും നാൾ ബിസി ലൈഫായിരുന്നു ജോമോളുടേത്. അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് ഒരു മടങ്ങിവരവ് എന്നത് ചിന്തയിലുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സിനിമയുടെ പിന്നണിയിലും ക്യാമറയ്ക്ക് മുന്നിലുമെല്ലാം ജോമോൾ സജീവമാണ്. ഇടവേളയ്ക്ക് ശേഷം ജോമോൾ മടങ്ങിയെത്തിയത് കെയർഫുൾ എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടായിരുന്നു. കൂടാതെ അടുത്തിടെ ഉണ്ണിമുകുന്ദൻ, മഹിമ നമ്പ്യാർ സിനിമ ജയ് ഗണേശിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. ഫ്ലവേഴ്സ് ചാനലിലെ മ്യൂസിക്കൽ ലൈഫ് എന്ന ഷോയിൽ ഗസ്റ്റായി എത്തിയപ്പോൾ നടനും സംവിധായകനുമായ വിനീത് കുമാറിനെ കുറിച്ച് ജോമോൾ പറഞ്ഞ രസകരമായ കഥയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു വടക്കൻ വീരഗാഥ, അനഘ തുടങ്ങിയ സിനിമകളിൽ ഇരുവരും ബാലതാരങ്ങളായി ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അന്നൊക്കെ താൻ കുറച്ച് ടൈറ്റായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ വിനീതിന് തന്നെ പേടിയായിരുന്നുവെന്നും ജോമോൾ പറയുന്നു. എന്റെ സ്വഭാവം കുറച്ച് ടൈറ്റായിരുന്നു. മാത്രമല്ല സിനിമയിൽ ഞങ്ങൾ വിവാഹം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. മാലയൊക്കെ ഇട്ട് വിവാഹം ചെയ്തതിനു ശേഷം ഇനി ഇവൾ ശരിക്കും എന്റെ തലയിലാവുമോ, ഭാവിയിൽ അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ വിനീത് ഭയന്നിരുന്നു എന്നാണ് ജോമോൾ പറഞ്ഞത്. വിനീതും ജോമോൾക്കൊപ്പമുള്ള പഴയകാല ഓർമ്മകൾ പങ്കിട്ടിട്ടുണ്ട്. അനഘ സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ തനിക്ക് ജോമോളോട് ഇത്തിരി അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടായിരുന്നു എന്നും വിനീത് പറയുന്നു. അനഘയുടെ ഷൂട്ടിംഗ് സമയത്ത് ഓരോ സീൻ കഴിഞ്ഞാലും അടുത്ത സീൻ ചെയ്യണമെങ്കിലും എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന കുട്ടിയായിരുന്നു ജോമോൾ. അതുപോലെ തന്നെ സീൻ കഴിഞ്ഞാലും ജോമോൾക്ക് ചോക്ലേറ്റ് കിട്ടും. അന്നൊക്കെ സിമ്പതിയുടെ പുറത്ത് ചെറിയ കഷ്ണം എനിക്ക് കിട്ടിയാലായി എന്നാണ് വിനീത് പറഞ്ഞത്. ബാലതാരമായി ശോഭിച്ചതിന് ശേഷമാണ് നായികയായി വിനീത് മലയാള സിനിമകൾ ചെയ്തു തുടങ്ങിയത്.